ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഡോഗ്സ് കോയിനെ പറ്റിയിട്ടാണ്. ഇന്നലെ റിലീസായ ജൂൺ 9 റിലീസായ ഒരു കോയിനാണ് ഡോഗ്സ് കോയിൻ. ഇത് കൊണ്ടുവന്നിരിക്കുന്ന ടെലഗ്രാം തന്നെയാണ്. ടെലഗ്രാമിൻ്റെ സ്വന്തം നേറ്റീവ് മീം കോയിൻ ആണ് നമ്മളുടെ ഡോഗ്സ് കോയിൻ. അപ്പോൾ ഈ ഒരു ഡോഗ്സ് കോയിൻ്റെ ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളോ ഡെയിലി സൈഫറോ ഡെയിലി കോമ്പോ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു 10 സെക്കൻഡ് സമയം മാത്രം സ്പെൻഡ് ചെയ്താൽ നല്ലൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ടെലഗ്രാം അക്കൗണ്ട് മാത്രമാണ്. നിങ്ങൾ ടെലഗ്രാം അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡോഗ്സിൻ്റെ ബോട്ട് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ടെലഗ്രാം അക്കൗണ്ട് എത്ര വർഷം പഴയതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ റിവാർഡ് കൂടും. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ ഒരു 4 വർഷം പഴയതാണ്. 4 വർഷം പഴയതായതുകൊണ്ട് എനിക്ക് 3000 സംതിങ് പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പഴയ അക്കൗണ്ടാണോ നിങ്ങളുടേത് അതിനനുസരിച്ചുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. പലർക്കും റിവാർഡ്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എനിക്ക് ഇന്നലെ മെസ്സേജ് ആയിട്ടൊക്കെ വന്നു. അതിനുള്ള ആൻസർ എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡോഗ്സ് കോയിൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ചാരിറ്റി ആൻഡ് കെയർ ആണ്. 100% സെയിൽസ് നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യും. എന്താണ് സെയിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്പോട്ടി തീംഡ് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ എന്തായാലും പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 100% അവർ ചാരിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ വളരെ നല്ലൊരു എയിമുമായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏർലി അഡോപ്റ്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ടും റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ഈ കോയിനിലേക്ക് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മെയിൻ റീസൺസ്. ഒന്നാമത്തെ റീസൺ, ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെയോ വേറെ ടാപ്പിംഗ് ബോട്ടുകളെ പോലെ നിങ്ങൾക്ക് ഒരു പണി ഇതിലില്ല. ജസ്റ്റ് കയറുക, നിങ്ങൾക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കുക, വെയിറ്റ് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. പിന്നീടുള്ള രണ്ടാമത്തെ കാര്യമാണ് ലിസ്റ്റിംഗ്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കോയിൻ ലിസ്റ്റ് ആയി കഴിഞ്ഞു. ഇന്ന് ലിസ്റ്റ് ആവും, നാളെ ലിസ്റ്റ് ആവും, ഇതിന് ഡേറ്റ് വരില്ല. ലിസ്റ്റിംഗ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. XT എക്സ്ചേഞ്ചിൽ ഓൾറെഡി ലിസ്റ്റായി. അതുപോലെ തന്നെ BingX ലിസ്റ്റ് ആവുമെന്ന് അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ L Bank ലിസ്റ്റ് ആവുമെന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ ഒരു കാര്യങ്ങൾ മൂവ് ആയതെന്ന് നോക്കുക. 9-ാം തീയതിയാണ് ടെലഗ്രാമിൽ ഈ ഒരു കോയിൻ ലോഞ്ച് ആയത്. ഇന്ന് 11-ാം തീയതി ആയപ്പോഴേക്കും നമ്മളുടെ കോയിൻ ലിസ്റ്റ് ആയി കഴിഞ്ഞു. XTയിൽ BingX ഉടൻ തന്നെ വരും, L Bank ഉടൻ തന്നെ വരും, ബൈബിൽ ഉടൻ തന്നെ വരും എന്നുള്ള ന്യൂസുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മീം കോയിൻ ആണ് എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മീം കോയിൻ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോയിൻ ഉണ്ടോ അതിനനുസരിച്ചുള്ള ഏണിങ്സ് കിട്ടും. എങ്കിലും നിങ്ങളുടെ ഒരു 10 സെക്കൻഡ് മാത്രമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. ആ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്രൊജക്റ്റ് മിസ് ചെയ്യാതിരിക്കുക. നിലവിൽ ഡോഗ്സ് കോയിൻ്റെ ടെലഗ്രാം ബോട്ടിൽ വിഡ്രോയിലും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. സ്റ്റാർട്ട് ആകുമ്പോൾ ഉടനെ നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെ ചെയ്യണം, എങ്ങനെ വിഡ്രോ അടിക്കണം എന്നുള്ള കാര്യം ഉടനെ തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് സബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ടെലഗ്രാമിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് തന്നെ നിങ്ങൾക്ക് എത്ര അലോക്കേഷൻ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു ടെലഗ്രാം അക്കൗണ്ട് ഉണ്ടായാൽ മാത്രം മതി. ഇനി നമുക്ക് ബോട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ബോട്ടിൽ എനിക്കുള്ള 94,000 പോയിന്റ് ആണ്. അത് കൂടുതലും റെഫറൽ വഴി കിട്ടിയതാണ്. നമ്മൾ ടെലഗ്രാമിലുള്ള മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും പോയിന്റ്സ് കിട്ടിയത്. എൻ്റെ അക്കൗണ്ട് ഏജ് നോക്കുകയാണെങ്കിൽ 4 വർഷമാണ് എൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടായ സമയം. അപ്പോൾ എനിക്ക് കിട്ടിയത് 3075 പോയിന്റ്സ് ആണ്. ടെലഗ്രാം പ്രീമിയം ഉള്ളവർക്ക് പ്രീമിയത്തിൻ്റെ റിവാർഡ് കിട്ടും. ഞാൻ നോർമൽ യൂസറാണ്, അതുകൊണ്ട് എനിക്ക് പ്രീമിയം റിവാർഡ്സ് ഇല്ല. നിങ്ങൾ പ്രീമിയം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയത്തിൻ്റെ റിവാർഡും കിട്ടും. പിന്നീടുള്ള 2 ടാബുകൾ നോക്കുകയാണെങ്കിൽ ലീഡർ ബോർഡ് ഫ്രണ്ട്സും ആണ്. ലീഡർ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ള ആൾക്കാരെ കാണാം. 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് 6 മില്യൺ പോയിന്റ്സ് ആണുള്ളത്. എനിക്കിപ്പോൾ 1 ലക്ഷം പോയിന്റിൻ്റെ അടുത്താവുന്നുള്ളൂ. 94,000 എൻ്റെ റാങ്ക് 522 ആണ്. അപ്പോൾ നിങ്ങൾ എത്ര ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കയറിക്കൊടുക്കും. റെഫർ ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളോ റെഫർ ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റെഫർ ചെയ്യുന്നതോറും നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സിൻ്റെ എണ്ണം കൂടും എന്നുള്ള അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ നിന്ന് ഇൻവൈറ്റ് ഫ്രണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അത് ഫ്രണ്ടിന് അയച്ചു കൊടുത്ത് ഫ്രണ്ട് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിന് ഇപ്പോൾ 3000 പോയിന്റാണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% സംതിങ് എന്താണ് നിങ്ങൾക്ക് കിട്ടുക. എത്ര പോയിന്റ് കിട്ടും എന്നുള്ളത് സ്പെസിഫൈ ചെയ്തവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് റിവാർഡ് നിങ്ങൾക്കും റെഫർ ചെയ്താൽ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടാൽ മാത്രം മതി. വേറെ ഡെയിലി ടാസ്കോ ഡെയിലി ചെക്കിനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതും ആദ്യം തന്നെ ടെലഗ്രാമിലും നമ്മളുടെ ചാനലിലും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കേണ്ട. ടെലഗ്രാമിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്നലെ തന്നെ നമ്മൾ ഓൾറെഡി ഈ കോയിൻ്റെ കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന എറേഴ്സ് വരുന്ന ആൾക്കാരുടെ ഇഷ്യൂ ആണ്. കുറേ പേർക്ക് 5 വർഷം ഓൾഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടായിട്ട് പോലും ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ല. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. മൈ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ബയോ, അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂസർ നെയിം സെറ്റ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ യൂസർ നെയിം സെറ്റ് ചെയ്യാത്തവർക്കാണ് ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ യൂസർ നെയിം നിങ്ങൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്യുക. പഴയ അക്കൗണ്ടുള്ള പലരും യൂസർ നെയിം സെറ്റ് ചെയ്യാതെ കയറുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും കിട്ടാത്തത്. നമ്മൾ ബോട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് അനലൈസ് ചെയ്യും. പഴയ അക്കൗണ്ടാണോ, എത്ര കാലം പഴയതാണ്, പ്രീമിയം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഈ ചെക്കുകളൊക്കെ സക്സസ് ആവണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് യൂസർ നെയിം നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത്. എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ടെലഗ്രാമിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ടെലഗ്രാം അക്കൗണ്ടുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരിക്കലും ആരും അറിയാതെ പോരുത്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു ന്യൂസ് അറിയിക്കുക. ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.